ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺ ഫ്രൈ റെസിപ്പി. ഓക്കെ, കണ്ടോ, പ്രോൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 16 പ്രോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. വലുതാട്ടോ. ഇത് വൈറ്റ് പ്രോണാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ടൈഗർ പ്രോൺസോ അല്ലെങ്കിൽ ഇതുപോലെ ഇച്ചിരി വലിയ പ്രോൺസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിത് ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സിസേഴ്സ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഇത്. ഓക്കെ, ഒരു നൈഫ്, ദാറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇടാം. ഓക്കെ, ഞാനിങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് കാണിക്കാം, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രോൺ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ, ഓക്കെ, എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഇതില്ലേ ടോപ്പ് പാർട്ട് ഇങ്ങനെ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുക. ഓക്കെ, സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇൻസൈഡിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ രണ്ട് ഈക്വലായിട്ട് പാർട്ടാക്കണമെങ്കിൽ ഇത് നൈഫ് യൂസ് ചെയ്താൽ കേട്ടോ. ഒരു നൈഫ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കുക. അപ്പം ആദ്യം നിങ്ങൾ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഷെല്ലില്ലേ ഇതിൻ്റെ ഇത് കട്ട് ചെയ്യണമെങ്കിൽ സിസേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ബോഡി പാർട്ട് ഇങ്ങനെ താഴെ വരെ ഈ ടെയിലിൻ്റെ വരെ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഹാഫാക്കാൻ വേണ്ടിയിട്ട് ഈ നൈഫ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നൈഫ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഡീപ്പായിട്ട് കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഫ്ലാറ്റ് ഇതിനകത്ത് മസാലയൊക്കെ പറ്റി ഫ്ലാറ്റായിട്ടാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഡിവൈൻ ചെയ്തൊക്കെ കളയണം. ഓക്കെ, വെയിനുള്ളതൊക്കെ എടുത്ത് കളയുക. പിന്നെ ഹെഡിൻ്റെ പാർട്ട് ഞാൻ ഇതേപോലെ സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തു. ഈ പാർട്ട് ഒരു ഹാർഡാണല്ലോ, അത് സിസേഴ്സാണ് നല്ലത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ആ ടിപ്പ് വരെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ഒരു ഇതുണ്ട്. ഓക്കെ, ഹെഡിൻ്റെ പാർട്ട് നന്നായിട്ട് എന്നിട്ട് ഞാൻ റണ്ണിങ് വാട്ടർ കാണിച്ചിട്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് ക്ലീൻ ചെയ്ത് അത്. ഓക്കെ, ഹെഡിൻ്റെ പാർട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുക അഴുക്ക് പോലെ കാണും ഹെഡിൻ്റെ പാർട്ടിൽ. അതും റണ്ണിങ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ ഉണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും നമ്മൾ. അപ്പം നമുക്കിപ്പോൾ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ എന്താ പാനിൽ ഫ്രൈ ചെയ്യുമ്പം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം മസാലയൊക്കെ പറ്റിയിട്ട് നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്ലാറ്റായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കാം. ഓക്കെ, ഇപ്പം ഫാദേഴ്സ് ഡേ ആണ്. അപ്പം നാളെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടല്ലേ ഫാദേഴ്സ് ഡേക്ക്. അപ്പം ഇങ്ങനൊരു ടൈപ്പ് എന്താ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഒരു പ്രോൺ ഫ്രൈ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊരു ചെറിയതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാനാ. നിങ്ങളിങ്ങനെ സിസേഴ്സിനകത്തൂടെ കയറ്റി ഇങ്ങനെ ഇതിനകത്തൂടെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, ഡീപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുക. ഓക്കെ, ഉള്ളിലോട്ട് പോകണം. എന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ ഇതിനകത്ത് പുരട്ടണ്ടേ. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വെയിൻ പോലുള്ള ഒരു സാധനം അറിയാമല്ലോ, അത് എടുത്ത് കളയുക. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ടാക്കിയിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇത് ലെഗ് ഇങ്ങനെ ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് ഇതങ്ങ് ഫ്ലാറ്റ് ആകുമോ കൂടുതൽ. ഓക്കെ, നമുക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട് തിരിച്ച് വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് ഈ ഹെഡിൻ്റെ പാർട്ടൂടെ നമുക്ക് ഹെഡിൻ്റെ പാർട്ട് എടുക്കുമ്പം അതിലിപ്പം ഇങ്ങനെ ഉണ്ടോ ഇതുപോലെ കാണും, അഴുക്ക് പോലെ ഉണ്ടോ. അത് നമുക്ക് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനത് റണ്ണിങ് വാട്ടർ വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അരിച്ചുണ്ടോ. ഇപ്പോൾ ഫ്ലാറ്റായി നമ്മളിവിടെയും കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റായിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒക്കെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കും. ഉണ്ടോ, ഇതുപോലെ ഉണ്ടോ, ഞാൻ നേരത്തെ ചെയ്തത് കാണിച്ചു തരാം. ഉണ്ടോ, ലുക്ക് അറ്റ് ദാറ്റ്. ബോഡി സെൻറ്ററിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ആ വെയിനും കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞ്
ഹെഡിൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ലോങ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാനിത് ക്ലീൻ ചെയ്തൊക്കെ വെച്ച്. മസാലകൾ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇഞ്ച് സൈസ് ഉണ്ട് ജിഞ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 16 വെളുത്തുള്ളി, ഓക്കെ, ഗാർലിക്ക് ചെറിയ വെളുത്തുള്ളി ഒരു 16 കഷ്ണം, ഓക്കെ. പിന്നെ കറി ലീഫ് എടുത്ത് വെക്കുക, ഓക്കെ. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം, ഓക്കെ. അതിൻ്റെ ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികൾ എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിരിക്കുന്നത്, ഓക്കെ. ഒരു ടീസ്പൂൺ ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർകോൺസ്, ഓക്കെ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, ഡ്രൈ ആയിട്ടുള്ള ഉലുവ ഇലയൊക്കെ, ഉണങ്ങിയ ഉലുവ ഇല. കാര്യങ്ങൾ മസാലയ്ക്ക് വേണ്ടി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം, ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇതില്ലേ കറി ലീഫ് ഞാനത് അരയ്ക്കുമല്ല കേട്ടോ. നമുക്ക് ആദ്യം ബാക്കി പൊടികളും ഈ ജിഞ്ചർ ഗാർലിക്കും ലെമൺ ജ്യൂസെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചുകൊണ്ട് വന്നിട്ട് ഈ കറി ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യും കേട്ടോ. അപ്പം ഞാനത് അരച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കറി ലീഫൊക്കെ ചോപ്പ് ചെയ്തിടാം, ഓക്കെ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇപ്പം ഞാൻ അരച്ചപ്പോഴും ആദ്യം കുരുമുളകില്ലേ, വോൾ കുരുമുളകും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്തു, ഓക്കെ. അത് കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് പൊടിക്കുമ്പം ഈ കുരുമുളക് നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വരും. പിന്നെ ഞാൻ ആ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വന്നപ്പം പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു. പിന്നെ ഒരു ഇത്തിരി വെള്ളം, മേ ബി ഒരു ടീസ്പൂൺ നിങ്ങൾ ഒഴിച്ചു നോക്കുക കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ലെമൺ ജ്യൂസ് തന്നെ ധാരാളം. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കറി ലീഫ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആവശ്യമുള്ള പോലെ കറി ലീഫ് യൂസ് ചെയ്യാം. ഞാനിപ്പം പയ്യെ ഇതും കറി ലീഫ് ഇതോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ, ഓക്കെ. മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കറി ലീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ഓക്കെ. ഞാനിപ്പോൾ 4 സ്പ്രിഗ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണിട്ട് പാൻ ഫ്രൈ ചെയ്തപ്പം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിടാം, ഓക്കെ. അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ, ഓക്കെ. നന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഔട്ട് സൈഡിലും, ഓക്കെ. അങ്ങനെ അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഓക്കെ. നിങ്ങൾക്ക് ഇന്ന് തന്നെ എടുക്കാനെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുക, ഓക്കെ. കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പോവാം, ഓക്കെ. ഓവർനൈറ്റ് ചെയ്തും എടുക്കാം, ഓക്കെ. അപ്പം നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിക്കും. ഇത് ഇപ്പം ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തതാട്ടോ. ഇനിയിപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാം. പാൻ വെച്ച് ചൂടായിട്ട് നമുക്ക് അത് എടുത്ത് വെച്ചിട്ട് ഒരു സൈഡായിട്ട് മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടോ. ഇപ്പം ഞാൻ മറ്റേ സൈഡ് തിരിച്ചിട്ട് ഒരു സൈഡായിരുന്നു, ഈ സൈഡായിട്ട് മറ്റേ സൈഡ് തിരിച്ചിട്ട് ഒത്തിരി എണ്ണ ഒഴിക്കണം. 3 മിനിറ്റ്സ് വൺ സൈഡും 3 മിനിറ്റ്സ് അതർ സൈഡിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടിപൊളി പ്രോൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റൊക്കെ മതി എല്ലാം കൂടെ, ഓക്കെ. അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്, അതിൽക്കുള്ള സ്റ്റെമ്പിടല്ലേ കേട്ടോ. ഓവർ കുക്ക് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി പ്ലേറ്റിലോട്ടാക്കാം, ഓക്കെ. നമ്മുടെ അടിപൊളി പ്രോൺ ഫ്രൈ ഉണ്ട് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഓക്കെ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളുണ്ടാക്കിയാൽ അപ്പം അതെ എല്ലാം ട്രൈ ചെയ്യാനൊക്കെ എടുത്ത് വെച്ച് ഞാൻ അതിനകത്ത് ഇച്ചിരി അല്ല, ഇത് വൈറ്റ് പ്രോൺ കേട്ടോ. ഞങ്ങൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നന്നായിട്ടുണ്ടാക്കും. നമ്മൾ എന്താ പറയുക, ലെമണൊക്കെ വെച്ചിട്ട് ഇത് മസാല ലെമണിനകത്തൊക്കെയാണ്, ലെമൺ ജ്യൂസിലാണോ ഉണ്ടാക്കിയത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്നുണ്ട് നോക്കാം. അടിപൊളി മസാല കേട്ടോ. നല്ല മസാലയുടെ ഇത് ഷ്രിമ്പിന് പറ്റിയ മസാല കേട്ടോ ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇത് ഞങ്ങളുടെ ഫാദേഴ്സ് ഡേ റെസിപ്പിയാണ്. അപ്പോൾ ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.